നമ്മളൊരു വിഷൻ കാണുന്ന ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത്, നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ വിഷൻ സ്റ്റോറി പറയുമ്പോൾ അതവർ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട 3 സീക്രട്സ് ഉണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ 3 സീക്രട്സ് ആണ് PPD. PPD എന്ന സീക്രട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയുന്ന വിഷൻ വിശ്വസിക്കുകയും ആ വിഷയത്തിൽ അവർ ആകൃഷ്ടരാകുകയും അവർ നിങ്ങളോടൊപ്പം കൂടുകയും ചെയ്യും. അപ്പോൾ എന്താണ് PPD എന്ന് നമുക്കൊന്ന് പഠിക്കാം. അതിനകത്ത് ആദ്യത്തെ P എന്നുള്ളത് പ്രിപ്പയർ ആണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു കാര്യം പറയുന്നത്, ആ ഒരു കാര്യം നമ്മുടെ ടീം മെമ്പേഴ്സിന് വിശ്വസിക്കാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞൊരു കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ 1000 കോടി രൂപ അല്ലെങ്കിൽ 1000 കോടി ടേൺ ഓവറുള്ളൊരു ബിസിനസ് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു വലിയ വിഷനിലേക്ക് പോകാനുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള എന്തിനാ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ പോലും ഒരുപക്ഷെ വിശ്വസിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ ഒരു രീതി, നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും ഒന്നും അതിന് സഹായകരമായിരിക്കണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഒന്ന്, നിങ്ങളും നിങ്ങളുടെ ഏറ്റവും കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും തിരിച്ചറിയണം ദാറ്റ് എ ചേഞ്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ. നിങ്ങളിലൊരു വ്യത്യാസം വന്നു എന്ന് അവർക്ക് തോന്നണം. ഈ പറയുന്ന 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, അവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ എന്തൊരു മാറ്റം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരും. നമ്മുടെ ഫസ്റ്റ് സർക്കിൾ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവർക്ക് തോന്നണം നിങ്ങൾക്കൊരു മാറ്റം വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരും. ഈ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് കൊണ്ടുവരാന്ന് പറയുമ്പോഴത്തേക്കും പുതിയ കാറ്, പുതിയ ഷർട്ട്, പുതിയ ഡ്രസ്സ് മാറ്റം അങ്ങനെയൊന്നുമല്ല. അവർക്ക് തോന്നണം നമ്മുടെ രീതിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിലും ഒരു പ്രത്യേകതയും ഒരു മാറ്റവും വന്നു തിരിച്ചറിയണം. അതെന്ത് വേണമെന്ന് ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് അത് ചെയ്തു തുടങ്ങുക. ഞാൻ ചെയ്തൊരു കാര്യം കൃത്യമായും കൺസിസ്റ്റൻ്റ് ആയിട്ടും ഏർലി മോർണിംഗ് എല്ലാ ദിവസവും എണീക്കുക എന്നുള്ളതും എണീറ്റുടൻ തന്നെ ഞാൻ എൻ്റെ കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇത് കുറേ ദിവസം എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, പിന്നെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരിൽ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ സമയത്ത് they started believing that some kind of a change is happening in Srilil. The first thing is to start living that story. ഇത്ര നാളത്തേക്കാണ് നിങ്ങളൊരു വിഷൻ കണ്ടിട്ടുള്ളത്. ആ വിഷനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ ജീവിച്ച് തുടങ്ങി എന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റണം. രണ്ടാമത്, നമ്മളൊരു വിഷൻ സ്റ്റോറി നമ്മുടെ ടീം മെമ്പേഴ്സിനെ അടുത്ത് പറയുന്നതിന് മുമ്പായിട്ട് ഓൾവേസ് ട്രൈ ടു ബിൽഡ് എ കോമൺ ഗ്രൗണ്ട്. അവർക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ ഒരു 1000 കോടിയെന്നോ അല്ലെങ്കിൽ 500 കോടിയെന്നോ 100 കോടിയെന്നോ പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അതിനകത്തേക്ക് എത്ര പൂജ്യം ഉണ്ടെന്നുള്ള അവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ ഓരോ ടീം മെമ്പറിനും ആ പിക്ചർ നമുക്കത് കൊടുക്കാൻ പറ്റണം. ആ ഒരു കോമൺ സ്പേസിൽ നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റണം. നമ്മളൊരു വിഷൻ സ്റ്റോറിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ടു ബിൽഡ് എ കോൺട്രാസ്റ്റ്. നമ്മൾ ഇന്നെന്താണ്, ഇനി വരുന്ന നമ്മുടെ ഭാവി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ, അത് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ കഴിയണം. നൗ വേഴ്സസ് ദെൻ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഭാഗത്ത് വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പറയാൻ പറ്റണം. ക്ലാരിറ്റിയോടുകൂടി പറയുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യം ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ. ആ ഫ്യൂച്ചർ അവർക്ക് വി ആർ ഗോയിങ് ടു സെൽ ദാറ്റ് ഫ്യൂച്ചർ. സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു ബി മച്ച് ക്ലിയർ ടു യു ആസ് വെൽ ആസ് ടു ദ ഓഡിയൻസ്. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് ഈ ഒരു കോൺട്രാസ്റ്റ്, നൗ വേഴ്സസ് ദെൻ എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടാവണം. നമ്മളിങ്ങനെ അവിടേക്ക് എത്തുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിന്ന് അവിടേക്കാണ് നമ്മൾ എത്തുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ദ നെക്സ്റ്റ് P ഈസ് പ്രാക്ടീസ്. നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് ദ ഇമോഷൻസ്. എന്തുകൊണ്ടാണ് ഇമോഷൻ? നമ്മളെ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇമോഷണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്കതൊരു റിയൽ ആയിട്ടുള്ള ഫീൽ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അൺടിൽ ആൻഡ് അൺലെസ് ദേ ഹാവ് ഗോട്ട് ദാറ്റ് ഇമോഷൻ, അവരൊരിക്കലും നമ്മൾ ട്രസ്റ്റ് ചെയ്യില്ല, അവരെ നമ്മുടെ കൂടെ നിർത്താനും പറ്റത്തില്ല. അതുകൊണ്ട് ആ ഇമോഷൻ നമ്മൾ കൊണ്ടുവരാൻ പറ്റണം. കാരണം നമ്മളെടുക്കുന്ന എല്ലാ ഡിസിഷൻസ്, മോസ്റ്റ് ഓഫ് ദോസ് ഡിസിഷൻസ് വെയർ ജസ്റ്റ് ഇമോഷണൽ. എന്നിട്ട് നമ്മൾ അതിനൊരു ലോജിക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഹിയർ ഓൾസോ യു ഹാവ് ടു ബ്രിങ് ദോസ് പീപ്പിൾ മച്ച് ഇമോഷണലി. അപ്പോൾ ഇമോഷൻ കൊണ്ടുവരുന്ന സമയത്ത് വി ഹാവ് ടു ബ്രിങ് ഇൻ പോസ്. ചില സമയം നമ്മൾ നിർത്തേണ്ടി വരും, ചില സമയത്ത് നമ്മൾ വേഗതയിൽ പറയേണ്ടി വരും, ചിലപ്പോൾ വളരെ താഴ്ത്തി പറയേണ്ടി വരും, ചിലപ്പോൾ വളരെ ഉച്ചത്തിൽ പറയേണ്ടി വരും. അതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള വോയിസ് മോഡുലേഷനും ആ ഇമോഷനും കൊണ്ടുവരാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമല്ല, വി ഹാവ് ടു പ്രാക്ടീസ് ഇൻ സച്ച് എ വേ ദാറ്റ് യു കനോട്ട് മേക്ക് എനി മിസ്റ്റേക്ക്. നമ്മൾ ബെറ്ററാകുന്നവരെ അല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും മിസ്റ്റേക്ക് ഉണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. നൗ ദ ഫൈനൽ പാർട്ട് ഈസ് D, ദ ഡെലിവറി.
നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്ത് നന്നായി പ്ലാൻ ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ടീം മെമ്പേഴ്സിന് മുമ്പേ, നമ്മുടെ ഓഡിയൻസിൻ്റെ മുമ്പേ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മുമ്പേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റിലാണ് എല്ലാവരും പതറിപ്പോകുന്നത്, അല്ലേ? നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ശരിയാകുമോ എന്നുള്ള ടെൻഷൻ വരും, തെറ്റിപ്പോകുമോ എന്ന ടെൻഷൻ വരും. ഇങ്ങനെ ടെൻഷൻ ഒരു കുറവില്ലാത്ത ഒരു ദിവസം. ആ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. മേക്ക് ഷുവർ യു ഹാവ് പ്രാക്ടീസ്ഡ് മച്ച് വെൽ. ദെൻ നമ്മളവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു നെർവസ്നെസ് ഒക്കെ ഫീൽ ചെയ്യും, നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. നമ്മൾ കണക്ട് ടു ദ ഓഡിയൻസ്, അവരോട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം നമ്മുടെ മുമ്പിൽ നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, അവരോടെല്ലാം ഒന്ന് കണക്ട് ആയിട്ട് നിൽക്കുക. ബിക്കോസ് ദേ ആർ ഓൾ ഹ്യൂമൻ. അവർക്കും അറിയാം ഇങ്ങനെ ആ ഒരു സ്റ്റേജിന് മുമ്പ് വന്നിരിക്കുന്ന സമയത്ത് സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ ടെൻഷനോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യം വരുന്ന സമയത്ത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഔട്ട് ഒക്കെ ഉണ്ടാവാം. ബട്ട് കം വെൽ പ്രിപ്പയർഡ് ആൻഡ് വെൻ യു ആർ ഇൻ ദ സ്റ്റേജ്, ലിവ് ദ മൊമെൻറ്റ്. ആ സമയത്ത് നമ്മൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, എന്താണോ ആ മൊമെൻറ്റിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമോഷണൽ ഫ്ലോ, ആ ഫ്ലോ അതേപടി ഫോളോ ചെയ്യുക. ഒരുപാട് പേര് കരുതുന്നത് വിഷൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം ഒരുപാട് ആൾക്കാരെ മുമ്പ് വിളിച്ചു നിർത്തി അവരെല്ലാം മുമ്പേ നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്നതാണ് വിഷൻ സ്റ്റോറി എന്നാണ്. നോ, ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ വിഷൻ സ്റ്റോറി തീരുന്നില്ല. നിരന്തരം നമ്മുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരോടും അത് പറഞ്ഞ് കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുന്നത്, നമ്മുടെ വിഷനിൽ വിശ്വാസം ഉണ്ടാകുന്നത്, നമ്മുടെ പ്രവൃത്തിയിൽ വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ വിഷൻ സ്റ്റോറി പറയുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പല കാര്യങ്ങളും ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഒരു വിഷമവും വേണ്ട. കാരണം നമ്മൾക്കത് പറയാൻ പിന്നെയും അവസരം കിട്ടും. നമുക്കൊരു വലിയ ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കൂടെ അത് ഫോളോ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരുന്നത്. ഇന്ന് ഇലോൺ മസ്കിനെ ആയാലും സ്റ്റീവ് ജോബ്സിനെ ആയാലും രത്തൻ ടാറ്റയാണെങ്കിലും നമ്മൾ കാണുന്ന ഏതൊരു മികച്ച ലീഡറിനെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിനകത്ത് ഒരു കാരണം അവർക്കെല്ലാം ഇത്രയും വലിയൊരു ഫ്യൂച്ചർ, ആ ഫ്യൂച്ചർ ഒരു വിഷൻ സ്റ്റോറി പോലെ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സോ പ്രാക്ടീസ്, PPD, പ്രിപ്പയർ, പ്രാക്ടീസ് ആൻഡ് ഡെലിവർ. എന്തെങ്കിലും സംശയങ്ങൾ ഒരു വിഷൻ സ്റ്റോറി ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിഷൻ സ്റ്റോറി പ്രസൻറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു സെഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീമിന് അങ്ങനത്തെ ഒരു സെഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. ബിക്കോസ് I think this is my duty to help you out on this.